ഹലോ പ്രിയപ്പെട്ടവരെ, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം കേട്ടോ. അപ്പോഴേ ഇന്നെൻ്റെ ഈ പോക്ക് കണ്ടറിയാം അല്ലേ, എങ്ങോട്ടോ യാത്രയിലാണെന്ന്. അതെ, വല്ലപ്പോഴും യാത്ര പോകാറുള്ള വ്യക്തിയാണ് ഞാൻ. വല്ലപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറേ മാസങ്ങളായി ഞാനൊന്ന് വെളിയിലോട്ടൊക്കെ ഇറങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ ഓണമൊക്കെ അല്ലേ, ചെറിയൊരു ഷോപ്പിംഗ് നടത്താമെന്ന് കരുതിയേ. അപ്പോൾ പിള്ളേരെ രണ്ടുപേരെയും കൂടി ഇറക്കി മുമ്പോട്ട് വിട്ടു കേട്ടോ. അപ്പോൾ അനിയച്ചാരുടെ ഓട്ടോയ്ക്കാണ് നമ്മൾ പോകുന്നത്. പരമാവധി നമ്മൾ ഓട്ടോയ്ക്ക് പോകാനായിരിക്കും ശ്രമിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് 3 പേർക്കും വണ്ടി കയറിയ അപ്പം തന്നെ അലർജി, വാളും പരിചയമൊക്കെ എടുക്കും കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ റോഡിൻ്റെ അവസ്ഥ. കണ്ടില്ലേ, ഇതെല്ലാം താണ്ടിയാണ് നമ്മൾ വലിയ കുഴപ്പമില്ലാത്ത റോഡിലോട്ട് എത്തുന്നത് കേട്ടോ. അങ്ങനെ നല്ല റോട്ടിലേക്ക് എത്താൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ അവിടെ ചാടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല, വഴി നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇവിടെ കല്യാണം പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, നിറച്ച് അപ്പുറത്തൊക്കെ വഴി ആൾക്കാരായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ മൂന്നിലവെത്തി, കളത്തക്കടവെത്തി കണ്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വഴിയൊക്കെ പോകാൻ. പ്രത്യേകിച്ച് ഉച്ച തിരിഞ്ഞുള്ള വെയിലൊക്കെ കുറഞ്ഞ്, പ്രത്യേകിച്ച് മഴയൊക്കെ ആണെങ്കിലേ നല്ല രസമുണ്ട് യാത്ര പോകാൻ കേട്ടോ. തണുപ്പും കാറ്റും കണ്ടില്ലേ. വഴിയാണെങ്കിൽ താഴോട്ടിങ്ങനെ നടക്കുകയാണ്, ചുറ്റും പുല്ലും മരങ്ങളും. നല്ല രസമാണ്. ഇത് ഫാമിലിയായിട്ടൊക്കെ നമ്മൾ പോകുമ്പോൾ നല്ലൊരു എൻജോയ്മെൻ്റാണ് കേട്ടോ. ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിറച്ച് റബ്ബറായിരിക്കും കേട്ടോ. എവിടെ നോക്കിയാലും റബ്ബറായിരിക്കുമേ. ഉടുപ്പിട്ട് നിൽക്കുന്ന റബ്ബർ മരങ്ങൾ, അല്ലാത്ത റബ്ബർ മരങ്ങൾ, അങ്ങനെ മൊത്തത്തിൽ രസമാണ്. അങ്ങനെ കളത്തക്കടവ് എത്തി കേട്ടോ. കളത്തക്കടവ് കഴിഞ്ഞു. പിന്നെ ആ സമയമൊക്കെ ആയപ്പോഴത്തേനും പിന്നെ ഇനിയിപ്പോൾ അങ്ങോട്ടിങ്ങനെ വഴിയും കാര്യങ്ങളും മാത്രമേ കാണാനുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ച്, വീഡിയോ എടുക്കണ്ടെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ ഈരാറ്റുപേട്ട എത്തിയിട്ടുണ്ട്. ഞാൻ ഈ പ്രളയത്തിന് ശേഷം ഈരാറ്റുപേട്ട കണ്ടിട്ടില്ല കേട്ടോ. കണ്ടോ, ആ ഭാവമൊക്കെ നിങ്ങൾക്ക് കണ്ടറിയാം. അതെല്ലാം ആറാണേ. വെള്ളമെല്ലാം കയറിയിട്ട് ഇങ്ങനെ കളർ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് വഴിയും. അങ്ങനെ അവിടെ ചെന്നപ്പോൾ നമ്മുടെ CK കണ്ടുമുട്ടിയിട്ടുണ്ട്. CK ഇനിയിപ്പോൾ ചെറിയ ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം. അപ്പോൾ എനിക്ക് രാവിലെ തൊട്ട് നല്ല ക്ഷീണമായിരുന്നു കേട്ടോ. ക്ഷീണമെന്ന് പറഞ്ഞാൽ കണ്ണ് തുറക്കാൻ വയ്യാത്ത ക്ഷീണം. അപ്പോൾ എന്താണെന്ന് അറിയണമല്ലോ. അതുകൊണ്ട് ലാബിലേക്ക് പോകാനുള്ള ഏർപ്പാടാണ് കാണുന്നത്. അരുവിത്തറപ്പള്ളി ഉണ്ടാവും. കുറേ കാലമായിട്ട് ഞാൻ ഇങ്ങോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഇവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോകണേ. അവിടെ ചെന്ന് ലാബിൽ പോയി നോക്കി. അവിടെ ലാബിൽ വീഡിയോ എടുക്കാനൊന്നും നമ്മൾ സമ്മതിക്കില്ല. ഞാൻ ചോദിച്ചായിരുന്നു. ഇത് ഈ കാണുന്നതൊക്കെ ഈരാറ്റുപേട്ട ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡൊക്കെയാണേ. ഞാൻ ഇവിടുന്ന് കുറച്ച് അപ്പുറത്തോട്ടാണ് കേട്ടോ പഠിച്ചതൊക്കെ. അങ്ങനെ അവിടുന്ന് പിള്ളേർക്കുള്ള ഡ്രസ്സൊക്കെ അവിടെ ലാബിലും കയറി ഇപ്പുറത്ത് തിരിച്ച് വന്നിട്ട് നമ്മൾ അവിടുന്ന് പിള്ളേർക്ക് ഡ്രസ്സൊക്കെ എടുത്തു. ഇവിടുന്നാണ് കേട്ടോ നമ്മൾ ഇടയ്ക്കൊക്കെ വാങ്ങിക്കാറ്. പലപ്പോഴും ഇവിടുന്ന് തന്നെയാണ്. പിന്നെ ഇപ്പോൾ അനിയച്ചാർ എന്തോ സാധനം വാങ്ങിക്കാനൊക്കെ ആയിട്ട് കടയിലേക്കുള്ള സാധനം മേടിക്കാൻ പോയായിരുന്നേ. അപ്പോൾ നമ്മളവിടെ അതിൻ്റെ കടയുടെ ഫ്രണ്ടിൽ തന്നെ വെയിറ്റ് ചെയ്തു. അവിടെ ഒരു ബാങ്ക്, അതായത് ATM ഉണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേരോട് പറയാമായിരുന്നു, പിള്ളേർ അവിടെയെങ്കിലും തൊട്ടേക്കരുത്, അത് കിടന്ന് ചുമ്മാ ഒച്ച വെക്കുമെന്ന്. അലാറം പോലെ എന്തോ ഉണ്ട് കേട്ടോ. കണ്ടോ, അതൊന്നും തൊട്ടേക്കരുതെന്ന് പറയായിരുന്നു. ഇല്ലെങ്കിൽ പിന്നെ ചുമ്മാ ഒച്ച വെക്കുമെന്ന് പറയുന്നത് കേട്ടു. അങ്ങനെ പിന്നെ ഓട്ടോ വന്നു. ഇനിയിപ്പോൾ നമ്മൾ സെൻറ്ററിലോട്ട് പോവുകയാണേ. ചന്ത, ഈരാറ്റുപേട്ട ചന്തയൊക്കെ ഉണ്ടോ, അങ്ങോട്ടാണ്. ആ കാണുന്നതാണ് ചന്ത, ഈരാറ്റുപേട്ട. അപ്പോൾ തുണിക്കട ഇനിയിപ്പോൾ എനിക്ക് കുഞ്ഞു കുഞ്ഞു ഉടുപ്പൊക്കെ വാങ്ങിക്കാനുണ്ട്. അതുകൊണ്ട് നിറയെ ബ്ലോക്കാണ്. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആളുകൾ, തിരക്കുകൾ. കടയ്ക്കകത്തൊന്നും നമുക്ക് തുണിക്കടയിലൊന്നും നിൽക്കാൻ പറ്റത്തില്ല, അതുപോലെ ആളുകളാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എടുത്ത് പോയി വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. കാരണം നമ്മുടെ കുട്ടികളല്ലാതെ മറ്റു കുട്ടികളൊക്കെ വീഡിയോസിലൊക്കെ വന്ന് കയറും. അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ നല്ല വിശപ്പും ദാഹവും ഒക്കെ തുടങ്ങി. എൻ്റെ പിള്ളേരെയൊക്കെ ആയിട്ട് നമ്മൾ മുണ്ടമറ്റത്ത്, ഈരാറ്റുപേട്ട മുണ്ടമറ്റത്ത് കയറി. ഞാനൊരു ചായ മാത്രമേ കുടിച്ചുള്ളൂ. പിള്ളേർ ഐസ്ക്രീമൊക്കെ കഴിച്ചു കേട്ടോ. ഒരു സന്തോഷമല്ലേ അതൊക്കെ. പിന്നെ CKയും അനിയനും അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട്. എല്ലാവർക്കും കൂടി ഇരിക്കാൻ സ്ഥലമില്ലായിരുന്നു. ഞാൻ ചോദിച്ചിട്ട് എനിക്ക് കുറച്ച് തരാമോ എന്ന്. തരും, ഐസ്ക്രീം അല്ലേ. പിന്നെ അവളൊരു ഉറക്കമെല്ലാം കഴിഞ്ഞിട്ട് എഴുന്നേറ്റാണ് കേട്ടോ. പിന്നെ അവിടുന്ന് ഇനിയിപ്പം നേരെ പോയേക്കാം എന്നുള്ള രീതിയിൽ. സത്യം പറഞ്ഞാൽ കപ്പയും കുറച്ച് മീനോ എന്തെങ്കിലുമൊക്കെ ചിക്കനൊക്കെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. മറന്നുപോയെന്നേ. തിരിച്ച് പോരി, അതായത് കടയൊന്നും ഇല്ലാത്തൊരു സ്ഥലം എത്തിക്കഴിഞ്ഞപ്പോഴാണ് ആലോചിക്കുന്നത്, അയ്യോ മേടിച്ചില്ലല്ലോ. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ. അപ്പോൾ സൺഡേ ഇന്ന് ഡ്രൈ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കും. അങ്ങനെ നേരെ കടയിലേക്ക് ചെന്നു. നമ്മുടെ കട തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ വന്നപ്പോൾ നമ്മുടെ ഒരു അനിയനുണ്ട്. അവനോട് കുറേ നേരം വർത്തനൊക്കെ പറഞ്ഞു തന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അമ്മാവും വന്നു കേട്ടോ. ബാക്കിയുള്ള വീഡിയോസ് നമുക്ക് മുമ്പോട്ട് കാണാമേ. ഓക്കെ
ഹാപ്പി ഓണം. തലേദിവസല്ലേ പറഞ്ഞു, നേരത്തെ പറഞ്ഞു. അല്ല അന്നല്ലേ പറഞ്ഞു. അത് പറഞ്ഞ കാര്യമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. കാണുന്നില്ല ഇടയ്ക്ക് കറുപ്പ് സ്ഥലത്താണ്. എന്ത് വെക്കാനാ? പൂക്കൾ വെക്കാനാണോ? ഇതിങ്ങനെ മറിച്ചിട്ടാണെങ്കിൽ ഇപ്പത്തെ ഇരിക്കാം. അങ്ങനെ ഇരിക്കും ചെയ്യോ? പോതില്ലേ? കുഞ്ഞുങ്ങളൊക്കെ ഇരിക്കത്തുള്ളൂ. ഇങ്ങനെ ഇരുന്നാൽ ഏതാണ്ട് മന്ത്രം പോലെ ഇരിക്കും. മന്ത്രം നീ അയർന്ന് വെച്ചേക്കല്ലേ, ഏതാണ്ട് ഞാൻ വിത്തനക്കാരനാന്ന് ഓർക്കും. ഇതിന്റെ പ്രൊമോഷനാന്ന് ഓർക്കും. ഓ ഭയങ്കര. ഇതൊക്കെ ഒരു 5-6 മേടിക്കാൻ നാട്ടിൽ എന്നാണിക്കേ 150 രൂപ കൊടുക്കായിരുന്നു. കൊള്ളാം, അത് പറ്റൂ. ഒട്ടും നനയല. ഏരിൽ പിടിപ്പിച്ച പോലെ ആ തടിയും കണ്ട നിന്നെ മുഴുവനായിട്ട് വീഡിയോ എടുക്കാനുള്ള ഇതില്ല, ഇടാൻ കിട്ടിയില്ല എനിക്ക്. കണ്ടാ നീ ഉറക്കായിരുന്ന ഇന്ന് രാവിലെ ഞാൻ ഇവന്റെ വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് ആവശ്യത്തിന് വീഡിയോ ഇല്ലായിരുന്നു, അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. കണ്ടാ കണ്ടു. ഓ പഞ്ചസാര ആരോ മതി. എന്തുവാ ഇത്? തീർന്നോ? ആക്ടിങ് ആണോ? വെച്ചു കിട്ടുന്നില്ല കുഞ്ഞിന്. കൊടുക്കടി കുഞ്ഞിന്. ആ പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. ഫോണുമായിട്ട് വരും. ഓ എന്നാ സുന്ദരനാണ്. അതിനാ തന്നെ ചോച്ചേ, എന്നാ തന്നെ എല്ലാം കൊള്ളാം. പൂച്ചയും കൊള്ളാം, കൊച്ചും കൊള്ളാം. പോടാ പോടാ പോടാ. ഡേ ഇടിപൊടി. വീട്ടിൽ ആളില്ലാത്തതുകൊണ്ടേ നമ്മുടെ ഗ്രാമ്പൂ ഇതേ തറവാട് വീട്ടിൽ വന്ന് ഇരിപ്പുണ്ട് കേട്ടോ. അവിടെ ഇവൾക്ക് കളിക്കാൻ കൂട്ടുകാരൊക്കെ ഉണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇനിയിപ്പം ഇവളെയും കൊണ്ട് വേണം വീട്ടിലോട്ട് പോകാൻ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഇപ്പം വീട്ടിൽ ചെല്ലണം, വല്ലതും കഴിക്കണം, അത്രയൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വേണം. ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യുക.